കറുപ്പുമുടപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കാനും പ്രതികരിക്കാനും അഭിപ്രായം പറയാനും കൂടി വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡിന്റെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ വിവിധ രാജ്യങ്ങൾക്ക് വിവിധ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇന്ത്യക്കെതിരെ ശക്തമായ ഒരു അച്ചുതണ്ട് ലോകത്ത് രൂപപ്പെട്ടു വരികയാണ്. ഖൽബിലെ തുർക്കിയാണ് അതിൻ്റെ അച്ചുതണ്ടെന്ന് പറയുന്നത്. ഈ അച്ചുതണ്ടിന് ചുറ്റുമാണ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ, 7ഓളം രാജ്യങ്ങൾ ഇവർക്ക് കൂട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമുക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഈ യുദ്ധം കഴിഞ്ഞിട്ട്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എം പിമാരെ നമ്മൾ പല രാജ്യങ്ങളിലോട്ട് അയക്കേണ്ടി വരും. പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് 7ഓളം സംഘങ്ങളെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലോട്ട് അയച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി ഡിസിഷനാണ്, നല്ല കാര്യം. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ, ഇപ്പോൾ ശശി തരൂരാണ് ഒരു സംഘത്തെ ലീഡ് ചെയ്യുന്നത്, നമ്മുടെ ലുട്ടാപ്പി റഹീമുണ്ട്, പൊട്ടാസ് ഉണ്ട്, അങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയുകയാണെങ്കിൽ, നമുക്കൊരു 10-25 വർഷത്തോട്ട് പുറകോട്ട് പോകാം. മുൻപ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വിദേശ ശക്തികളിൽ നമ്മൾ അംബാസഡർമാരായിട്ട് അയച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർമാരായിട്ട് അയച്ചുകൊണ്ടിരുന്നത് രാജ്യത്തെ സീനിയറായിട്ടുള്ള, റിട്ടയർഡ് അല്ലെങ്കിൽ വളരെ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ. ഈ പൊളിറ്റീഷ്യൻസിനെ ഒരു റീസെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുകയല്ല എൻ്റെ ഉദ്ദേശം, അത് ഞാൻ ആദ്യമേ പറയുന്നു. അതേസമയം ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് അംബാസഡറായിട്ട് ഒരു രാജ്യത്ത് നമുക്കുണ്ടായിരുന്നെങ്കിൽ നയപരമായ കാര്യങ്ങൾ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ അറിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വരുത്തിയ ഒരു പരിഷ്കാരം IFS-കാരെയൊക്കെ പിടിച്ച് ഇന്ത്യയുടെ അംബാസഡർമാരും ഹൈക്കമ്മീഷണറുമായിട്ട് വയ്ക്കുകയാണ്. ഇതൊരു തലതിരിഞ്ഞ പരിഷ്കാരമാണ്. ആരുടെ കാലത്താണ് ഇത് എക്സാക്റ്റായിട്ട് തുടങ്ങിയെന്ന് അറിയത്തില്ല. ആദ്യം വലിയ രാജ്യങ്ങളിൽ അംബാസഡർമാരായിട്ട് പൊളിറ്റീഷ്യൻ, കൊച്ചു രാജ്യങ്ങളിൽ IFS-കാരെയൊക്കെ വെച്ചത്. പക്ഷേ ഇന്ത്യക്ക് നയപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു 25ഓളം രാജ്യങ്ങൾ ലോകത്ത് കിടപ്പുണ്ട്. G20-യിലുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 25ഓളം രാജ്യങ്ങളിൽ ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് പെട്ടെന്നുള്ള ഇടപെടലുകൾ വേണ്ട രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മുടെ അംബാസഡർ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ, ഒരു വിഷയം ഉണ്ടെങ്കിൽ അയാൾക്കത് നേരിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റുമായിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടാൻ സാധിക്കും. ഇപ്പോൾ ഈ വരുത്തിയ പരിഷ്കാരം നമ്മുടെ ഒരു അണ്ടർ സെക്രട്ടറി, ഒരു സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ ഫസ്റ്റ് സെക്രട്ടറി ആവേണ്ട ആളാണ്. അയാൾ അവിടുത്തെ അംബാസഡർ സെക്രട്ടറി ആകേണ്ട ആളാണ്. അയാൾ അംബാസഡറാക്കിയായിരുന്നു പോസ്റ്റ് ചെയ്യുന്നത്. എന്തൊരു വൈരുദ്ധ്യമെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചീഫ് സെക്രട്ടറി പിടിച്ചിട്ട്, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി പിടിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെത്തിയിട്ട് നിങ്ങൾ ഭരിച്ചു എന്ന് പറയുമ്പോൾ ആയിരിക്കും. അദ്ദേഹത്തിന് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. നയപരമായിട്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അയാൾ എക്സ്പെർട്ടാണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് സെക്രട്ടറി, അല്ലെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാജ്യത്തിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടുന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കാൻ തയ്യാറാണ്. പക്ഷേ അതേസമയം അതിന് പകരം ഒരു അംബാസഡറായിട്ട് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ് ഈ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് റഷ്യ, അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി പോലുള്ള വലിയ രാജ്യങ്ങളിൽ ഒരു സീനിയർ പൊളിറ്റീഷ്യനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് രാജ്യത്തിൻ്റെ നയവും രാജ്യത്തിൻ്റെ സ്റ്റാൻഡും ആ രാജ്യത്തെ ഏറ്റവും ഉന്നതനായ ആളെ നേരിട്ട് അറിയിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അവിടെ ഒരു സെക്രട്ടറിക്ക് ഒരിക്കലും, നമ്മുടെ ഒരു അംബാസഡർക്ക് അയാളുടെ റാങ്ക് സെക്രട്ടറി റാങ്കാണ്, അയാൾക്ക് ഒരിക്കലും വിദേശ രാജ്യത്തെ ഒരു മിനിസ്റ്റർ പോലും നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. ആ ഒരു ചാനലില്ല. അപ്പോൾ ഈ ചാനലില്ലാത്തത് നമുക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ ഒരു നയതന്ത്ര തലത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ട ഒരു കാര്യമാണ്. ഈ മാറി വരുന്ന സർക്കാർ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിൽ വന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് ചിലപ്പോൾ അടുത്ത കാലത്ത് തന്നെ തോന്നും. ഇപ്പോൾ ഈ 7 സംഘങ്ങൾ അയക്കേണ്ടി വന്നത് തന്നെ
അങ്ങനെ ഒരു അംബാസഡർ ലെവലിൽ ഒരാൾ ആ രാജ്യത്ത് ഇന്ത്യയുടെ നയങ്ങൾ വിശദീകരിക്കാൻ ഇല്ലാതെ പോയത് കൊണ്ട് മാത്രമാണ്. അതേസമയം അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അയാൾക്ക് അവിടുത്തെ മിനിസ്റ്ററെയോ അല്ലെങ്കിൽ ഈവൻ അവിടുത്തെ പ്രൈം മിനിസ്റ്ററെയോ നേരിട്ട് കണ്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ അറിയിക്കാനും ഇന്ത്യക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ ചാനൽ നമ്മൾ നഷ്ടപ്പെടുത്തി. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പുനഃപരിശോധിക്കണം. ഞാനിത് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇപ്പോൾ US പ്രസിഡന്റ് ഫ്രഞ്ച് അംബാസഡറായിട്ട് വെച്ചേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ. അതുപോലെ ഇന്ത്യ പ്രധാനമന്ത്രിമാരെ അങ്ങനെ ഉള്ളവർ വെക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. മറ്റു രാജ്യങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് സെക്രട്ടറി ലെവലിൽ ബാബു രാജ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പേ ഇന്ത്യ പോലുള്ളൊരു സൂപ്പർ പവറിൻ്റെ പ്രതിച്ഛായ ഇടിക്കാനേ ഈ പരിഷ്കാരം നമുക്ക് സാധിച്ചുള്ളൂ. അത് മാറ്റിയിട്ട്, കാര്യം റിസർവ് ബാങ്ക് ഗവർണർ പ്രൈം മിനിസ്റ്റർ ആയപ്പോഴത്തേക്ക് അദ്ദേഹം വിചാരിച്ചു IFS ഉള്ളവരും അല്ലെങ്കിൽ IAS മാത്രം മതി വിദേശ രാജ്യങ്ങളിലും തീരുമാനിച്ചു. മൻമോഹൻ സിംഗിൻ്റെ ഒരു പരിഷ്കാരമാണെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അത് എപ്പോഴും തുടങ്ങിയെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് വേറൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമുക്കത് മനസ്സിലായി. നമ്മുടെ സ്റ്റാൻഡ് മറ്റു രാജ്യങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് നമുക്ക് സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്, സീനിയർ ലീഡേഴ്സിനെ നമുക്ക് അംബാസഡർമാരായിട്ട് മറ്റു രാജ്യങ്ങളിൽ വേണം, അംബാസഡർമാരായിട്ടും ഹൈ കമ്മീഷണർമാരായിട്ടും. ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.